നിറപുത്തരിയായിട്ട് ഞാനും അമ്മയും അമ്പലത്തിൽ രാവിലെ തന്നെ പോയായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് ശേഷം കോളേജിലൊക്കെ പോകണമായിരുന്നു. പക്ഷെ ഞാൻ ഒന്ന് വൈകി അമ്പലത്തിലൊക്കെ കയറിയിട്ടൊക്കെ പോയതിന് ശേഷം. പിന്നെ ഈ നിറപുത്തരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ നെൽകൃഷി വിളവെടുക്കുമ്പോൾ നമ്മുടെ ഭഗവാനോ അല്ലെങ്കിൽ ഭഗവതിക്കോ എന്ത് ചെയ്യും, ഇവർ നേർച്ച വയ്ക്കും. അതിൽ നിന്നുള്ള പ്രസാദമാണ് ഞങ്ങൾക്ക് തരാറുള്ളത്. ഇത് നമ്മൾ വീട്ടിൽ എന്താ പറയുക സൂക്ഷിക്കും, 1 വർഷത്തോളം സൂക്ഷിക്കും. ഒന്നെങ്കിൽ നമ്മളിത് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്തോ കെട്ടിത്തൂക്കി ഇടാറുണ്ട്. നമ്മുടെ അന്നം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി അല്ലേ, അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ എന്താ പറയുക നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. എനിക്കും കൂടെ കുറച്ചും കൂടെ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇന്ന് എന്താ പറയുക ഇതേപോലെ നെല്ല് കൊണ്ട് വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇന്ന് അച്ഛൻ പോയിട്ടില്ല. അച്ഛൻ ഇന്ന് വിളയിൽ കുറച്ച് പരിപാടിയുണ്ട്. ഞങ്ങൾക്കിപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ അച്ഛൻ വളയിടലാണ് പരിപാടി. അപ്പോൾ നമ്മുടെ വിളയിൽ വളയിടലായിരുന്നു. അച്ഛനും കുഞ്ഞും കൂടെയാണ്. അച്ഛൻ വളയിടും, അവൾ കാലുകൊണ്ട് ഇങ്ങനെ അടച്ചടച്ച് വരും. അപ്പോൾ പിന്നെ അച്ഛൻ വൈകുന്നേരം എന്ത് ചെയ്തു, ഞങ്ങൾക്ക് മോഡൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് കെട്ടിത്തന്നു. എന്ത് രസമല്ലേ കാണാൻ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.